ആശ്വാസധാരയിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ആശ്വാസധാരയിൽ നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. ഈ അടുത്ത കാലത്തൊക്കെ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഒരു സംശയമാണ്, പലപ്പോഴും തെറ്റിദ്ധാരണ മൂലം ചില പ്രശ്നങ്ങൾ പോലും ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന ഒരു കത്ത് ഞാൻ വായിക്കാം. വിശ്വാസ സംബന്ധിയായ ഒരു ചോദ്യമാണ് എൻ്റേത്. അടിസ്ഥാനപരമായി സന്യാസവും പൗരോഹിത്യവും ഒന്നാണോ? സന്യാസികളും പുരോഹിതരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇടവക വൈദികരും സന്യാസ വൈദികരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവർ സ്വീകരിക്കുന്ന വ്രതങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതാണ് ചോദ്യം. പൗരോഹിത്യം, സന്യാസം, ഈ രണ്ട് കാര്യങ്ങളിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ അസ്തിത്വം എന്താണ് എന്നൊന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ചിലപ്പോഴെല്ലാം വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന, അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഏരിയയാണിത് രണ്ടും. വാസ്തവത്തിൽ പൗരോഹിത്യവും സന്യാസവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധവുമില്ല. ഈശോമിശിഹായുടെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തമാണ് പുരോഹിതൻ സ്വീകരിക്കുന്നത് സഭയിലൂടെ. എബ്രായ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഈശോമിശിഹായെക്കുറിച്ച് പറയുന്നതാണ്. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലാണ് മിശിഹ പങ്കുചേരുന്നത്. ലേവി പൗരോഹിത്യത്തിൻ്റെ ക്രമം അല്ല എന്നുള്ള സൂചനയുണ്ട്. പഴയ നിയമ പൗരോഹിത്യം ലേവി പൗരോഹിത്യത്തിൻ്റെ ക്രമമാണ് തുടർന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക വംശാവലിയുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന ഒരു പൗരോഹിത്യം അല്ല മിശിഹായുടേത്. വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ വേണ്ടി ഹെബ്രായ ഗ്രന്ഥകർത്താവ് അത് ഉപയോഗിക്കുകയാണ്. ഇനി ആരാണ് ഈ മെൽക്കിസദേക്ക്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ശാലേമിലെ രാജാവായിരുന്ന മെൽക്കിസദേക്ക് അബ്രാഹത്തെ കണ്ടുമുട്ടുന്നു. അബ്രാഹം അദ്ദേഹത്തിന് കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ അബ്രാഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നു. വിശ്വാസികളുടെ പിതാവായ ആ സമൂഹത്തിൻ്റെ വലിയൊരു ഇടയനായ അല്ലെങ്കിൽ വലിയൊരു നേതാവായ അബ്രാഹം എന്ന് പറയുന്ന വലിയ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അബ്രാഹം അദ്ദേഹത്തിന് ദശാംശം സമർപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം എത്രയോ ഉന്നതനായ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ഈ മെൽക്കിസദേക്കിൻ്റെ ആരംഭത്തെക്കുറിച്ചോ അദ്ദേഹം എങ്ങോട്ട് പോകുന്നെന്നോ എവിടെ നിന്ന് വരുന്നെന്നോ ഒന്നും സൂചനയില്ല. അപ്പോൾ മിശിഹായുടെ പൗരോഹിത്യത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണിത്. പിതാവിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്, അനാദ്യനായ, ആദിമന്തമില്ലാത്തവനായ, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രൻ തന്നെയാണ്. അവിടെ ഒരു പുതിയ പൗരോഹിത്യം ആരംഭിക്കുകയാണ് മിശിഹായുടെ പൗരോഹിത്യം. മറ്റൊന്നിൻ്റേത് തുടർച്ചയല്ല, എന്നാൽ അതുമായിട്ട് ബന്ധമുണ്ട്. പുതിയൊരു മാനത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഈശോമിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ ആ ദൗത്യങ്ങൾ തന്നെയാണ് പുരോഹിതനായിട്ട് നിയോഗിതനാകുന്നൊരു വ്യക്തി സ്വീകരിക്കുന്നത്. അപ്പസ്തോലികമായ അധികാരമാണ് അവിടെ കൈമാറപ്പെടുന്നത്. ഈശോ അപ്പസ്തോലന്മാരെ തൻ്റെ ദൗത്യം തുടരാൻ വേണ്ടിയിട്ട് നിയോഗിക്കുക ചെയ്യുന്നത്. അത് സുവിശേഷങ്ങൾക്കകത്തെല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും സമാന്തര സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്തൊക്കെ പറയുന്നുണ്ട്: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം അവരെ പഠിപ്പിക്കുക, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലൊക്കെ പറയും അവസാന ഭാഗത്ത്. അതൊരു മിഷണറി കമാൻഡ്മെൻ്റാണ്. പക്ഷേ അത് ഈശോ ജീവിച്ച ആ ദൗത്യം തുടരാനായിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ മിശിഹായുടെ ദൗത്യം, പുരോഹിതനായ മിശിഹായുടെ ദൗത്യം തന്നെ ഈ അപ്പസ്തോലന്മാരിലൂടെ തുടരേണ്ടിയിരിക്കുന്നു. അവിടുന്ന് പുരോഹിതനും പ്രവാചകനും എല്ലാമാണ്. അപ്പോൾ ഈ ദൗത്യം മിശിഹായ തുടർച്ചയായിട്ട് സഭയ്ക്ക് നൽകുകയാണ്. അപ്പോൾ സഭയിൽ ഈ പൗരോഹിത്യം തുടരാൻ വേണ്ടിയിട്ട് ദൈവത്താൽ നിയുക്തരാകുന്ന വ്യക്തികളാണ് പുരോഹിതർ. അത് ദൈവം നേരിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് കർത്താവ് എന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുവെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നു. അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും ഈ ആശയം തന്നെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ അധികാരത്തോടും ശക്തിയോടും കൂടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം കടപ്പെടുത്തപ്പെടുന്നു. അതാണ് പുരോഹിതനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പൗരോഹിത്യ ധർമ്മങ്ങളെന്ന് പറഞ്ഞ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്: പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. വാസ്തവത്തിൽ ഈ പഴയ നിയമ സമൂഹത്തെ നയിച്ചത് 3 കൂട്ടം ആളുകളാണ്: പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ. അവരുടെ ദൗത്യം തന്നെയാണിത് 3. പ്രവാചകന്മാർ പഠിപ്പിക്കുന്നവരായിരുന്നു, ദൈവത്തിൻ്റെ നാവായിട്ട് വർത്തിച്ച് പഠിപ്പിക്കുന്നവരായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധീകരണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്, ബലി അർപ്പിക്കുന്നവരായിരുന്നു. രാജാക്കന്മാർ നയിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ ഒരു 3 ധർമ്മങ്ങളും ഒരു ജനസമൂഹത്തെ, പഴയ നിയമ ജനതയെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്ന ആ 3 വിഭാഗം ആളുകളുടെയും ദൗത്യങ്ങൾ
ഒരു പ്രത്യേകമായ ഉന്നതമായ ഒരു തലത്തിൽ ഒന്നിക്കുകയാണ് മിശിഹായിൽ. ആ ദൗത്യമാണ് മിശിഹ എന്ന പുരോഹിതൻ സഭയ്ക്ക് കൈമാറിയിരിക്കുന്നതും സഭ അത് തുടരുന്നതും. അപ്പോൾ ഈ ദൗത്യത്തിലുള്ള വലിയ പങ്കാളിത്തമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെ. സഭാപിതാക്കന്മാർ ഇത് വെറുതെ കണ്ടുപിടുത്തമല്ലല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ഈ ഒരു ദൗത്യം എങ്ങനെയാണ് അതിൻ്റെ മാഹാത്മ്യവും വലുപ്പവും എന്ന് പ്രാധാന്യമെന്ന് സഭാപിതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ അഗസ്തീനോസ്, 4-ാം നൂറ്റാണ്ടിലെ വലിയ പുണ്യവാനായ അഗസ്തീനോസ്, മഹാപണ്ഡിതനായ അദ്ദേഹം പറയും, പരിശുദ്ധ കന്യാമരത്തിൻ്റെ ഉദരത്തിൽ എന്നതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ്റെ കരങ്ങളിലൂടെ മിശിഹ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ അത്രയേറെ മഹത്തായ ഉന്നതമായ ഒരു ദൗത്യം പുരോഹിതൻ ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഇത് പുരോഹിതൻ്റെ യോഗ്യത കൊണ്ടോ പുണ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ സിദ്ധി കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അത് സഭയിലൂടെ തുടരാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ബലഹീനമായ മൺപാത്രങ്ങളിൽ, പൗലോസ്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേവലം ബലഹീനമായ മൺപാത്രങ്ങളിലാണ് ഈ നിധി നൽകപ്പെട്ടിരിക്കുന്നത്. മൺപാത്രം എപ്പോഴും തട്ടി ഉടയാവുന്ന വിധം ബലഹീനമാണ്. അത്ര കരുതലോടുകൂടിയും എളിമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഇത് സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫുൾട്ടൻസ്റ്റീൻ എന്ന വലിയ വിഖ്യാതനായ പ്രഭാഷകനും വിശുദ്ധനുമായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആത്മകഥയിൽ, അതിൻ്റെ ശീർഷകം തന്നെ ട്രഷർ ഇൻ ക്ലേ എന്നാണ്. കളിമണ്ണിലെ നിധി, കളിമൺ പാത്രത്തിലെ നിധി. അപ്പോൾ ശരിക്കും ആ ഒരു കളിമൺ പാത്രത്തിലെ ഒരു നിധികുംഭമായിട്ട് തൻ്റെ ജീവിതത്തെ, അദ്ദേഹം ന്യൂയോർക്കിലെ ആർച്ച് ബിഷപ്പായിരുന്ന മഹാനായ പണ്ഡിതനായ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. അത്രമാത്രം കരുതലോടുകൂടി വിനയത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു. അപ്പോൾ പൗരോഹിത്യം എന്നത് ആദിമസഭയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് ബൈബിളിൽ അധിഷ്ഠിതമായിട്ട് തന്നെ തുടരുന്നതാണ്. സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ്. ഈ അപ്പസ്തലന്മാരുടെ തന്നെ തുടർച്ചയാണ്. ഈ പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തികൾക്ക്, മെത്രാന്മാർക്ക് അപ്പസ്തോല പിൻഗാമികൾ എന്ന നിലയിലുള്ള ആ ദൗത്യമുണ്ട്. അവരോട് ചേർന്നാണ് മിശിഹായുടെ പൗരോഹിത്യത്തിൽ പുരോഹിതരിൽ പങ്കുചേരുന്നത്. അപ്പോൾ ഈ ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ സന്യാസി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ സന്യാസ വ്രതങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതൊരു വലിയ സമർപ്പണമാണ്. സന്യാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ സമർപ്പണമാണ്. ഈ സമർപ്പണം സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായി മിശിഹായെ അടുത്ത് അനുകരിക്കാനുള്ള ഒരു ജീവിതാവസ്ഥയും അതിനുള്ള മനോഭാവം രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ സന്യാസ ജീവിതമെന്ന് പറയുന്നത് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അതും ഈശോയെ അനുകരിക്കാനുള്ള വലിയ ഒരു സമർപ്പണമാണ്. സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷത്തിൽ തന്നെയുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യമൊക്കെയാണ്. മറ്റു സുവിശേഷങ്ങളിൽ അത് പറയുന്നുണ്ട്. അപ്പം ഈശോയെ അടുത്ത് അനുകരിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു ശിഷ്യൻ്റെ തീക്ഷ്ണമായ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് സന്യാസ ജീവിതം. ആദിമസഭയിൽ സന്യാസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറേ കൂടെ വെളിച്ചം കിട്ടും. സന്യാസ ജീവിതം ആദിമസഭയിൽ നിന്നുള്ള ശക്തിയിൽ നിറഞ്ഞാണ് ആരംഭിക്കുന്നത്. ആദിമസഭയിൽ സ്ലീഹന്മാരുടെ ആ കാലഘട്ടം, അത് കഴിഞ്ഞുള്ള തുടർന്ന് വരുന്ന പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാലഘട്ടം, അന്നൊക്കെ വലിയ മതമർദ്ദനങ്ങളുടെയും വലിയ പ്രതിസന്ധികളുടെയും കാലമായിരുന്നു. അപ്പസ്തോലന്മാരുടെ പാദാന്തികത്തിൽ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അവർ സമർപ്പിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അവർ പൊതുസ്വത്തായിട്ട് അനുഭവിച്ചു. അങ്ങനെ പൊതുസ്വത്തായിട്ട് ഓരോരുത്തരും അവനവന് മാത്രമായിട്ടൊന്നും കരുതി വെച്ചില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ടു. അങ്ങനെ പൊതുസ്വത്തായിട്ട് അനുഭവിച്ച ആ ഒരു കൂട്ടായ്മയുടെ സൗന്ദര്യം, അതിൻ്റെ ഒരു അനുഭവം, സന്തോഷവും ആനന്ദവും ആദിമസഭയിൽ നിറഞ്ഞു നിന്നത്. പക്ഷേ സഭ പിന്നീട് വളർന്നപ്പോഴത്തേനും ആ ഒരു പങ്കുവയ്ക്കലിൻ്റെ തലത്തിൽ നിന്നും കുറേ കൂടെ മാറ്റം വന്നു. അന്ന് സഭയ്ക്കുണ്ടായിരുന്ന വലിയ സഹനങ്ങളും സംഘർഷങ്ങളും കുറച്ചുകൂടി സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. സഭ കുറേ കൂടെ വളർന്നു. അപ്പോൾ സ്വകാര്യ സ്വത്തിലേക്കും കുറേ കൂടെ വ്യക്തിപരമായ കുടുംബ സാഹചര്യങ്ങളിലേക്കെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ തീക്ഷ്ണമായിട്ട് ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക്, കർത്താവിന് വേണ്ടി മരിക്കണം, രക്തസാക്ഷിയാകണം എന്നൊക്കെ ആഗ്രഹിച്ചവർക്ക് അതിന് അവസരങ്ങൾ കിട്ടാതെ പോയി. അത്രയും തീക്ഷ്ണമായ ഒരു സമർപ്പണത്തിന് വേണ്ടി ആഗ്രഹിച്ചവർക്ക് അവരെന്ത് ചെയ്തു? അതിനുള്ള ആ പരിത്യാഗ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്നെല്ലാം മാറി മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. മരുഭൂമിയിലെ താപസന്മാരെന്ന് പറയുന്ന 3-4 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ഈ സൈമൺ ഓൺ ദ പില്ലർ എന്നൊക്കെ പറഞ്ഞ, തൂണിന്മേൽ ശമയോൻ എന്നൊക്കെ പറയുന്ന ആളുകൾ, മരുഭൂമിയിലെ അന്തോനി തുടങ്ങിയ ആളുകൾ, അങ്ങനെയുള്ള താപസന്മാരുടെ ഒരു നിര രൂപപ്പെട്ടു വന്നു. ഈ താപസന്മാരെ തേടി ആളുകൾ പിന്നെ അനുഗ്രഹം പ്രാപിക്കാനൊക്കെ അവിടെ എത്തുന്നുണ്ട്, അവരൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും. പിന്നീടൊരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് ഒരു സമൂഹ ജീവിതത്തിൻ്റെ
തലങ്ങൾ വളർന്നു വന്നു. അതും മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ജീവിതശൈലിയാണ്. കൂട്ടായിട്ട് പങ്കുവെച്ച് ജീവിക്കുക, അതും ആശ്രമ ജീവിതമാണ്. അപ്പോൾ ആശ്രമ ജീവിതത്തിൽ തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ച് പൊതുസ്വത്തായി കരുതിക്കൊണ്ട് ആശ്രമജീവിതം നയിക്കുന്ന ഒരു ശൈലി രൂപപ്പെട്ടു വന്നു. അത് ആദിമസഭയുടെ ആ ഒരു പകർപ്പ്, തനി സുവിശേഷ ജീവിതം അല്ലെങ്കിൽ ആദിമസഭയുടെ ആ ജീവിതത്തിൻ്റെ തനി പകർപ്പ് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇന്ന് പഴയ നിയമത്തിലും ചില സൂചനകളുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു എസ്സീൻ സമൂഹം അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ അവരും ഈ പാലസ്തീന അല്ലെങ്കിൽ ജെറുസലേം തകർക്കപ്പെട്ടപ്പോൾ, ജെറുസലേം ദേവാലയമൊക്കെ തകർക്കപ്പെട്ട റോമൻ ആക്രമണത്തിൽ ഈ എസ്സീൻ സമൂഹവും ഇല്ലെന്നാകുക ചെയ്തത്. ഖുമ്രാൻ ചുരുളുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ അവരുടെ എഴുത്തുകളും മറ്റുമൊക്കെയാണ്. അവർ ഇത്തരത്തിൽ ഒരുമിച്ചെല്ലാം പങ്കുവെച്ച് ജീവിച്ചൊരു സമൂഹമായിരുന്നു. അവരിൽ ധാരാളം പേര് സന്യാസികളെ പോലെ ജീവിച്ചവരും ഉണ്ടായിരുന്നു. അതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നു. പക്ഷേ പുതിയ നിയമത്തിലെ ഈ സമൂഹം ഇതുപോലെ പങ്കിട്ട് ജീവിച്ചൊരു സമൂഹമായിരുന്നു. അതാണ് ഈ ആശ്രമ ജീവിതത്തിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ഒക്കെ ആദ്യ കാലഘട്ടം. പിന്നീട് അതുപോലെ തന്നെ മറ്റു പല അവസരങ്ങളിലും വിശുദ്ധരായ ആളുകൾ ഇതുപോലെ അവരുടെ സിദ്ധിയും കരുസവും, സിദ്ധി എന്ന് പറയുന്നത് തന്നെ കരുസം, ഒരു ജീവിതശൈലിയാക്കി കണ്ടുകൊണ്ട് ആ ചൈതന്യത്തോടെ കർത്താവിനെ അടുത്ത് അനുഗമിക്കാൻ ആഗ്രഹിച്ചവർ മുമ്പോട്ട് വന്നു. അവരെ അനുഗമിച്ച് ശിഷ്യഗണങ്ങളുണ്ടായി. അങ്ങനെ സന്യാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു. ഇതാണ് സന്യാസ ജീവിതം. അവരിൽ പലർക്കും പുരോഹിതരായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള ആവശ്യമുണ്ടായിരുന്നു. കാരണം ആ സന്യാസ സമൂഹം അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാനായിട്ട് പുരോഹിതർ ആവശ്യമായിരുന്നു. അപ്പോൾ അവരിൽ തന്നെ പൗരോഹിത്യത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആവശ്യമായ പഠനങ്ങളെല്ലാം നടത്തി അവർ പുരോഹിതരായിട്ട് വന്നു. സന്യാസ ജീവിതത്തിലേക്ക് വരുന്നവർക്കും കൃത്യമായ പഠനങ്ങളും പരിശീലനവും എല്ലാം നീണ്ട വർഷങ്ങളുടേതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പുരോഹിതർ സന്യാസ വൈദികർ വരുന്നത്. എല്ലാവരും സന്യാസികൾ വൈദികരാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സന്യാസ വൈദികർ ഉള്ള പ്രത്യേകത അല്ലെങ്കിൽ സന്യാസികൾക്ക് പ്രത്യേകത, അവർ വ്രതബദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്. 3 വ്രതങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്: അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. പുരോഹിതനായി ഇത്തരം വ്രതങ്ങൾ ഉണ്ടോ? പൗരോഹിത്യത്തിൽ വ്രതങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ പോലും ഈ വ്രതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് പുരോഹിതരുടേത്. അതായത് അതിനെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഡെവലപ്പ് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദിമ കാലഘട്ടങ്ങളിൽ പുരോഹിതർ വിവാഹിതരായിരുന്നു, അവിവാഹിതരായിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷണലായിരുന്നു സെലിബേറ്റ് ലൈഫ് അല്ലെങ്കിൽ ബ്രഹ്മചര്യ ജീവിതം എന്ന് പറയുന്നത്. ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിലെ എൽവീര കൗൺസിൽ വെച്ച് ലാറ്റിൻ സഭയിൽ പ്രധാനമായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. പുരോഹിതർ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് ബ്രഹ്മചാരികളാവണം, സെലിബേറ്റ് ലൈഫ്. പിന്നീട് അതിൽ മാറ്റം വന്നു. മറ്റൊരു നിക്യ കൗൺസിലൊക്കെ വന്നപ്പോൾ അതിനകത്ത് മാറ്റം വരുന്നുണ്ട്. എന്നാൽ അത് നിയതമായ ഒരു നിയമമായിട്ട് ലത്തീൻ സഭയിൽ മുഴുവനും, വളരെ വിശാലമായ ലത്തീൻ സഭയിൽ മുഴുവനും വ്യാപിക്കുന്നത് ലാറ്ററൻ കൗൺസിലോട് കൂടിയാണ് 12-ാം നൂറ്റാണ്ടിലെ. അത് ഔദ്യോഗിക നിയമമായിട്ട് വന്നു. പൗരോഹിത്യം സ്വീകരിക്കുന്നവരെല്ലാവരും ബ്രഹ്മചാരികളുമായിരിക്കണം. അങ്ങനെ അത് പൊതുവായിട്ട് വന്നു. പക്ഷേ ഇന്നുമുള്ള 24 സഭാ കൂട്ടായ്മകൾ, വ്യക്തിഗത സഭകളുള്ള കത്തോലിക്ക സഭയിലെ വിവിധ സഭകളിൽ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. സെലിബ്രേറ്റ് ആയിരിക്കാം, വിവാഹിതനായിരിക്കാം, ഓപ്ഷണലാണത്. അതുകൊണ്ട് പൗരസ്ത്യ സഭകളിലുള്ള പൊതുവായ കാഴ്ചപ്പാട് സെലിബസി ഓപ്ഷണലാണ്, അല്ലെങ്കിൽ അത് പൗരോഹിത്യത്തിൻ്റെ അവശ്യ ഘടകമല്ലാത്തത് കൊണ്ട് അങ്ങനെ പുരോഹിതരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്യാസികളായിട്ടല്ല, സന്യാസ ജീവിതം പോലെ സമാനമായ ബ്രഹ്മചര്യ ജീവിതം നയിക്കാനും കൂടെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. എന്നാൽ അത് നിർബന്ധമല്ല. പക്ഷേ സിറോ മലബാർ സഭയിൽ, ഈ ലത്തീൻ സഭയിലെ പോലെ തന്നെ അത് നിർബന്ധമായിട്ടും പാലിക്കപ്പെടണം എന്ന് തന്നെയാണ് വ്യവസ്ഥ. അതിൻ്റെ ഒരു വലിയ മഹത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സഭ ഈ 21 നൂറ്റാണ്ടുകളായി കഴിയുമ്പോഴും ഈ ബ്രഹ്മചര്യ ജീവിതം അനുഗ്രഹമാണ്. കാരണം പൂർണ്ണമായ ഒരു സമർപ്പണത്തിന്, ഒരു സന്യാസ ജീവിതത്തിൽ എന്നതുപോലെയുള്ള ബ്രഹ്മചര്യ ജീവിതം ആവശ്യമാണ്, അത് ഉപകാരപ്രദമാണ് എന്ന് പറയുന്നത്. വലിയ പുണ്യവാനായ ഇടവക വൈദികരുടെയൊക്കെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി അദ്ദേഹം പറയും, ബ്രഹ്മചര്യ ജീവിതം ഒരു എന്താ പറയുന്നത്, ഈ ഒരു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെയാണ്. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നത് പോലെയാണ്. ഒരുക്കപ്പെട്ട ഒരു അനുഗ്രഹീതമായ നിലമാണ് ബ്രഹ്മചര്യ ജീവിതം. പുരോഹിതൻ്റെ ജീവിതത്തിൽ ധാരാളം ഫലങ്ങളുണ്ടാവും അതിൽ നിന്ന് എന്ന് പറയും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സന്യാസ ജീവിതം നയിക്കുന്നയാൾ വ്രതങ്ങൾ, 3 വ്രതങ്ങൾ പ്രധാനമായിട്ടും, 4മതൊരു പെർമനൻസി എന്നൊരു വ്രതമൊക്കെ ചില ആശ്രമങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ 3 വ്രതങ്ങളാണ്: അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ഈ പുരോഹിതന് ഈ 2ാമത്തെ വ്രതം, ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന വ്രതം പുരോഹിതർക്ക് ബാധകമാണ്? തീർച്ചയായിട്ടും ഇത് അതിൻ്റെ സ്പിരിറ്റിൽ അത് ബാധകമാണ്. അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ. വ്രതം അതിൽ തന്നെ വ്രതബദ്ധമാകുന്നില്ല, അല്ലെങ്കിൽ വ്രതം എടുക്കുന്നില്ല.
സന്യാസികളാണെങ്കിൽ ആ വ്രതം ഔദ്യോഗികമായിട്ട് സഭയുടെ മുമ്പിൽ എടുക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ പുരോഹിതൻ ആ ഓർഡിനേഷനോട് കൂടി അങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന സഭകളിലൊക്കെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പൊതുവായ എക്സെപ്ഷൻസ് ആയിട്ട് മറ്റു സഭകളുണ്ടെന്ന് പറഞ്ഞല്ലോ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടെ. പക്ഷേ പൊതുവിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നതോട് കൂടി തന്നെ ഈ വ്രതബദ്ധമായൊരു ജീവിതത്തിന് തുല്യമായ ഒരു സമർപ്പണം നടത്തുകയാണ്. കാരണം ഈശോമിശിഹായെ അടുത്ത് അനുഗമിക്കുന്ന ഒരു ജീവിതമാണിത്. അതുകൊണ്ട് തന്നെ അവിടെ അനുസരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി സ്വർഗസ്ഥനായ പിതാവിനെ മരണത്തോടും അനുസരിച്ച മിശിഹായുടെ അനുസരണത്തിൻ്റെ തലം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. അതുപോലെ ബ്രഹ്മചാരിയായ മിശിഹായെ അടുത്ത് അനുഗമിക്കുന്ന വ്യക്തി മിശിഹായുടെ ദൗത്യം തുടരാൻ വേണ്ടിയിട്ട് അത് സ്വീകരിക്കുന്നു. ലളിത ജീവിതം നയിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു വ്രതം സ്വീകരിക്കുന്നു. അപ്പോൾ പൗരോഹിത്യത്തിൽ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കേണ്ടതുമാണ് ആ അർത്ഥത്തിൽ. ഈ സന്യാസ സമൂഹങ്ങളിൽ പല സന്യാസ സമൂഹങ്ങൾക്ക് ഈ വ്രതങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ദാരിദ്ര്യ വ്രതത്തിൽ തന്നെ അതിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ? അങ്ങനെ ഒരു അളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവൈലബിൾ ആകുന്ന, നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു ലളിത ജീവിതത്തിൻ്റെ സമർപ്പണമാണ്. മാതാവിൻ്റെ വാക്കുകൾ തന്നെ വേണേൽ എടുക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി. ആ 3 വാക്കുകളിൽ ഈ 3 വ്രതം ഉണ്ടെന്ന് വേണേൽ പറയാൻ പറ്റും. ഇതാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അനുസരണമാണ്. കർത്താവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിലോങ് ടു മൈ ലോർഡ്, ഞാൻ കർത്താവിൻ്റെതാണ് പൂർണ്ണമായിട്ടും. ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതാ ദാരിദ്ര്യത്തിൽ ലാളിത്യത്തിൽ യജമാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി സമർപ്പിതനോ സമർപ്പിതയുമാണ്. ആ 3 തലങ്ങൾ മാതാവിൻ്റെ ആ വാക്കുകളിൽ തന്നെയുണ്ട്. മംഗലവാർത്താ വേളയിൽ മാതാവ് കൊടുക്കുന്ന മറുപടിക്കകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ദാരിദ്ര്യവ്രതം സ്വീകരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല സന്യാസ സമൂഹത്തിലുള്ളവരും. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച്, ഉദാഹരണത്തിന് മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ 2 ജോഡി ഡ്രസ്സുകൾ മാത്രമേ അവർക്ക് അനുവദനീയമായിട്ടുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് സ്വീകരിക്കുന്നത്, അല്ലാതെ നിർബന്ധമൊന്നുമല്ല. നല്ല മനസ്സോടുകൂടി അത്രയും ലളിതമായിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സന്യാസ സമൂഹത്തിൻ്റെ നിബന്ധനകൾക്ക് നിയമാവലിക്കനുസരിച്ച് അതിൻ്റെ പ്രത്യേകതകൾ കാണും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇത് എല്ലാവരെയും ഈ വ്രതങ്ങൾ ബാധിക്കുന്നതാണ്. ദാരിദ്ര്യവ്രതവും അങ്ങനെ തന്നെയാണ്. ഓരോ സന്യാസ സമൂഹത്തിൻ്റെയും ഈ കാരിസം രൂപപ്പെടുന്നത് എപ്രകാരമാണ്? അടിസ്ഥാനപരമായിട്ട് ഈശോയുടെ ജീവിതത്തിൻ്റെ ചില ഭാവങ്ങൾ, ചില തലങ്ങൾ ഒരു വ്യക്തി ആഴത്തിൽ സ്വാധീനിക്കുമ്പോൾ അത് കർത്താവിലേക്ക് വളരാനുള്ള ഒരു വഴിയായിട്ട് ആ വ്യക്തി സ്വീകരിക്കുന്നു. ഉദാഹരണത്തിന് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാരിദ്ര്യം. കാരണം ദരിദ്രനായ മിശിഹായെ ഏറ്റവും അടുത്ത് അനുകരിച്ച വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തു. ഏറ്റവും പൂർണ്ണ ദാരിദ്ര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സമർപ്പണം. അപ്പം ഈ സിദ്ധികൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇപ്പം മദർ തെരേസയുടെ കോൺഗ്രിഗേഷനാണ്. ആ കോൺഗ്രിഗേഷന് ശുശ്രൂഷയുടെ ഒരു കാര്യമാണ്. അവർ മറ്റ് സ്ഥാപനങ്ങളൊന്നും നടത്തുന്നില്ല, എല്ലാം കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകൾ മാത്രമാണ്. മറ്റു ചില കോൺഗ്രിഗേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന നിലയിൽ, അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾക്ക് സഹായകമായ വിധം അങ്ങനെ അക്ഷരങ്ങളുടെ മേഖലയിൽ അവർ അത്തരത്തിൽ വലിയൊരു മനപരിവർത്തനത്തിലേക്കും സമൂഹ മാറ്റത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടി ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ആവാം. മറ്റു തലത്തിൽ ചിലപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് പാവപ്പെട്ടവരുടെ അടുത്തേക്ക്, വീടുകളിലേക്ക് ഒക്കെ കടന്നു നിന്നുകൊണ്ട് അത്തരത്തിൽ കുടുംബ പ്രേക്ഷിതത്വം. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേക സിദ്ധിയുണ്ട്. പൊതുവിൽ എല്ലാത്തിനെയും ബാധിക്കുന്നതാണെങ്കിലും ഓരോ സന്യാസ സമൂഹത്തിനും ഒരു പ്രത്യേക സിദ്ധി, അത് ആ സന്യാസ സമൂഹത്തിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപകനോ സ്ഥാപകയോ മിശിഹായിൽ നിന്ന് ആവാഹിച്ചെടുത്ത ആ ഒരു സിദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ സിദ്ധികളെ, അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ ചിട്ടപ്പെടുത്തുന്നത്. ഇതിൽ പുനരാലോചനകൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ കാരിസം ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് പരിഷ്കരിക്കുക, അല്ലെങ്കിൽ ജീവിത രീതികൾ മാറ്റുക, ഇത് ആവശ്യമല്ലേ? അത് കൂടാതെ തന്നെ ഓരോ സമയവും ഈ കാരിസത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോകുന്നു. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തുന്നവർ തങ്ങളുടെ കാരിസം, ആരോഗ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർ തങ്ങളുടെ കാരിസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന വിലയിരുത്തലും ഒക്കെ ആവശ്യമല്ലേ? എത്ര സന്യാസ സമൂഹങ്ങളിൽ അത്തരം സംഗതികൾ ഉണ്ടാവും? എല്ലാ സന്യാസ സമൂഹങ്ങൾക്കും ആ വിലയിരുത്തലുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദിമ കാരിസത്തിലേക്ക് എപ്പോഴും തിരിച്ചു വരിക. വത്തിക്കാൻ കൗൺസിൽ തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഉറവിടങ്ങളിലേക്ക് മടങ്ങുക. വത്തിക്കാൻ കൗൺസിലിൻ്റെ തന്നെ വലിയ ദർശനം അതാണ്. റീസോഴ്സ്മെൻറ്റ് ആൻഡ് അജിയോർണമെൻറ്റോ, ഈ 2 അടിസ്ഥാന തത്വങ്ങളിലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തന്നെ അതിൻ്റെ എല്ലാ ദർശനങ്ങളും ഉൾക്കൊള്ളുന്നത്. റീസോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്രോതസ്ഥിതീകരണം, ഉറവിടങ്ങളിലേക്കുള്ള മടക്കമാണ്. അത് സഭയുടെ സുവിശേഷ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക, ആദിമസഭയുടെ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക. സന്യാസ സമൂഹമാണെങ്കിൽ സന്യാസ സമൂഹത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് മടങ്ങണം. അത് ഒരു പുനരാലോചനയും
തിരിച്ചുവരവുമൊക്കെയാണ്. അതെപ്പോഴും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, നടക്കുന്നുമുണ്ടത്. പലപ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറവിടങ്ങളിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം തിരിച്ചു വരണം അതിലേക്ക്. എന്ന് മാത്രമല്ല, ഈ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ അജിയോർണമെന്തോ എന്ന് പറഞ്ഞാൽ കാലികമായ സാഹചര്യങ്ങളോടുള്ള ഒരു അനുരൂപണം. ഈ കാലത്തിന് എന്തുമാത്രം അത് ആവിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ചിന്ത. അപ്പം ഈ കാലത്തിന് നിരക്കുന്ന വിധം ആ സിദ്ധികളെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ സന്യാസ സമൂഹങ്ങളിലുള്ള ആളുകൾ സ്വകാര്യമായിട്ട് സ്വത്ത് സമ്പാദിക്കുക, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ വസ്തുവകകൾ സ്വന്തമാക്കി വയ്ക്കുക, ഇത് ശരിയായ നടപടിയാണ്. സന്യാസ സമൂഹങ്ങൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പൊതു സംവിധാനമാണ്, അവരുടെ പൊതു സ്വത്താണ് അവർക്ക്. അത് ആദിമ സമൂഹത്തിൻ്റെ ചൈതന്യത്തിൽ അവർ സ്വീകരിക്കുന്നതാണ്. അതിനതിൻ്റെ നിയമാവലി എല്ലാം കൃത്യമായിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത് അനുവദനീയമല്ല. സ്വകാര്യമായ ബിസിനസ്സോ താല്പര്യങ്ങളോ ഒന്നും പാടില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് പങ്കിട്ട് ജീവിക്കുന്ന ഒരു സംവിധാനമാണത്. അതുകൊണ്ട് ഒരിക്കലും അത് ഇന്ന് സന്യാസ സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങളുണ്ടാകും, അവർക്ക് സ്ഥാപനങ്ങളുണ്ടാകും, മറ്റു പലതും ഉണ്ടാകും. ഇതെല്ലാം അവർ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സമൂഹത്തിലെ ഓരോ അംഗത്തിനും വേണ്ടിയിട്ട് അത് നൽകപ്പെടുകയാണ്. സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുന്നില്ല അവർ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത് അവരെടുത്ത ആ ഒരു ദാരിദ്ര്യവ്രതത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒക്കെ ഭാഗമാണത്. അനുസരണവും ദാരിദ്ര്യവും അല്ല, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ആത്മാർത്ഥത്തോടെ എടുക്കുന്നത്. അത് നിർബന്ധിക്കുന്നതോ അടിച്ച് അൽപ്പിക്കുന്നതോ ഒന്നുമല്ല. വസത്തെ നീണ്ട നാളുകളുടെ ഒരു പരിശീലനം പൗരോഹിത്യത്തിലേക്കുള്ള 10-12 വർഷങ്ങളുടെ നീണ്ട ഒരു പരിശീലനമുണ്ട്. സന്യാസത്തിന് അതുപോലെ നീണ്ട നാളുകളുടെ പരിശീലനമുണ്ട്. അപ്പോൾ ബൗദ്ധികമായ അറിവ് സമ്പാദിക്കുകയും ആത്മീയ അന്വേഷണങ്ങൾ നേടുകയും എല്ലാ തരത്തിലുമുള്ള ഒരു വലിയ ഒരു ഒരുക്കത്തിൻ്റെയും പഠനത്തിൻ്റെയും എല്ലാം അവസാനം ഒരുപക്ഷെ മറ്റ് സ്പെഷ്യലൈസേഷൻ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്. ജസ്യൂട്ട് സമൂഹത്തിലും മറ്റു സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാ മേഖലയിലും അവർക്ക് വലിയ സംഭാവന ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരാരും അങ്ങനെ കിട്ടുന്ന ഏതെങ്കിലും ബെനഫിറ്റ് സ്വന്തമാക്കുകയോ ശമ്പളം സ്വന്തമാക്കുകയോ ഒന്നും ചെയ്യല്ല. കിട്ടുന്നതൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കും. ആ പൊതുവായിട്ടുള്ള അവർക്ക് ലഭിക്കുന്ന വരുമാനം പാവങ്ങൾക്ക് വേണ്ടി, ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ആ ഒരു മനോഹരമായ സംവിധാനമാണിത്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സ്വന്തം വ്യക്തികൾക്ക് അവകാശമില്ല. ഇടവക വൈദികർക്ക് ഇപ്രകാരം സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുക, ബിസിനസ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദനീയമാണ്. ഇടവക വൈദികർക്കും ഈ നിയമപരമായിട്ട് സന്യാസ സമൂഹത്തിനുള്ളതുപോലത്തെ ഒരു വ്രതം അവരെടുക്കുന്നില്ലെങ്കിലും സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് കാനൻ ലോ അനുസരിച്ചിട്ട് അനുവദനീയമല്ല. കാരണം അതൊരു കമ്മിറ്റ്മെൻറ്റിനെ അത് ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അനുവാദം കൊടുത്താൽ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അല്ലാതെ അത് അങ്ങനെ അവർക്ക് ഒരു ബിസിനസ് സ്വന്തമായിട്ട് നടത്താനോ ഒരു പ്രോഫിറ്റ് ഏണിംഗ് പ്രോഗ്രാമിലേക്ക് പോകാനോ ഒന്നും. പക്ഷേ അവർക്ക് വാഹനങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കും, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ചിലവുകളെല്ലാം അവർ തന്നെ എടുക്കും. അങ്ങനെയുള്ള കുറേ കൂടി ഒരു വ്യക്തിപരമായിട്ടെല്ലാം കൈകാര്യം ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഇടവക വൈദികരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വൈദികരെ സംബന്ധിച്ച് പൊതുവിലുള്ളത്. സന്യാസ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തത അങ്ങനെ ഉണ്ട്. ഈ ബ്രഹ്മചര്യം, ഈ പൗരോഹിത്യത്തിൻ്റെ ബ്രഹ്മചര്യം എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. അപ്പം ഒരു ബ്രഹ്മചര്യം ലംഘിച്ചാൽ പൗരോഹിത്യം ഇൻവാലിഡായി തീരുമോ? പൗരോഹിത്യം കർത്താവിൻ്റെ ദാനമാണല്ലോ, അതൊരിക്കലും ഇൻവാലിഡ് ആകുന്നില്ല. പക്ഷേ ബ്രഹ്മചര്യം ലംഘിക്കുന്ന ഒരു വ്യക്തി ഗൗരവമായ ഒരു വീഴ്ചയാണ് വരുത്തുന്നത്. കർത്താവിനോടും സഭയോടും സമൂഹത്തോടുമുള്ള ഗൗരവമായ ഒരു വീഴ്ച, വലിയൊരു ഗൗരവമായ തെറ്റ് അവിടെ വരുത്തുകയാണ്. തീർച്ചയായിട്ടും അത് തമ്പുരാൻ്റെ ദൈവത്തിന് മുമ്പിലും സഭയുടെ മുമ്പിലും എല്ലാം വലിയ തെറ്റാണ്. അതിന് അദ്ദേഹം തീർച്ചയായിട്ടും പരിഹാരം ചെയ്യാൻ കടപ്പെട്ട വ്യക്തിയാണ്, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ കടപ്പെട്ട വ്യക്തിയാണ്. ഗൗരവമായ തെറ്റ് തന്നെയാണ്. പക്ഷേ പൗരോഹിത്യം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ദാനമായതുകൊണ്ടും ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന ഒരു കൂദാശയായതുകൊണ്ടും അത് ഇല്ലെന്നാകുന്നില്ല ഒരിടത്തും. അതുപോലെ ഈ അനുസരണത്തെക്കുറിച്ചാണ് തന്നെ കുറേയേറെ കൺഫ്യൂഷൻസ് കുറേയെല്ലാം ഉണ്ട്. സത്യത്തിൽ അനുസരണം ഒരു ബലഹീനതയല്ല. അനുസരണം ഒരു കീഴടങ്ങലാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ട്. സ്വന്തം വ്യക്തിത്വത്തിന് അടിയറ വയ്ക്കുകയാണ്. എല്ലാ തരത്തിലും ഒരു ചവിട്ടി മെതിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ അനുസരണം എന്നുള്ള ഒരു ധാരണ പലപ്പോഴും വലിയ തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ അനുസരണം എത്ര സുന്ദരമായിട്ടാണ്. ഇരുളും വെളിച്ചവും ഇല പൊഴിയുന്നതും തളിർക്കുന്നതും ഒരു ക്രമമുണ്ട് എല്ലാത്തിനും. ഒരു കുടുംബത്തിൽ പോലും മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അനുസരണം എല്ലാ മേഖലയിലും ആവശ്യമാണ്. ഇഷ്ടം പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ പോലും ഇല്ലെന്ന് ഓർക്കണം, ഒരിടത്തും ഇല്ലത്. ഒരു സംഘടനയാണെങ്കിൽ അതിൻ്റെ നിയമാവലിയുണ്ട്, അതനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന് നിയമമുണ്ട്, അതനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടം പോലെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല, എനിക്ക് നിയമമുണ്ട്, റോഡ് നിയമങ്ങളുണ്ട്. എല്ലാം അനുസരണം എന്ന് പറയുന്നത് ഒരു നല്ലൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമാണ്, എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. സന്യാസ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. അത് അവരുടെ വളർച്ചയ്ക്കും നന്മയ്ക്കും പൊതുസമൂഹത്തിനും
സമർപ്പണത്തിൻ്റെ ആ ഒരു എല്ലാ തരത്തിലുമുള്ള ക്രിയാത്മകതയ്ക്കും വേണ്ടിയിട്ടുള്ളതാണത്. ഒരിക്കലും അതൊരു വെറും അന്ധമായ അനുസരണമല്ല. ഒരു വ്യക്തിക്ക് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറിനോട് പറയാനുള്ള കടമയുണ്ട്, പറയുകയും ചെയ്യാം. ഒരിക്കലും അടിച്ചേൽപ്പിക്കൽ അനുസരണം. അത് കുരിശോളം സമർപ്പിച്ച കർത്താവിൻ്റെ സ്നേഹസമർപ്പണത്തിൻ്റെ സുന്ദരമായൊരു പ്രകാശനമാണത്. അതുകൊണ്ട് ഒരിക്കലും അതൊരു അടിമത്വമല്ല, അടിച്ചേൽപ്പിക്കലല്ല, സുന്ദരമായൊരു സമർപ്പണമാണ്. അതൊരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുക. അടിമത്വത്തിലേക്കല്ല, സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച യഥാർത്ഥ സമർപ്പിതർ ഇന്ന് ആസ്വദിക്കുന്ന കാര്യം. അതുകൊണ്ട് സന്യാസ സമർപ്പണം എന്ന് പറയുന്നത് ബെനഡിക്റ്റ് പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ സുവിശേഷത്തിൽ വേരൂന്നിയ ഒരു ഫലവൃക്ഷമാണ്. ജീവിതത്തിൻ്റെ സഭാജീവിതത്തിൻ്റെ ഓരോ നാളിലും അത് മധുരിതമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും എന്ന് ബെനഡിക്റ്റ് പാപ്പ സന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അനുഗ്രഹീതമായ സന്തോഷകരമായ ഒരു ജീവിതമാണ് സന്യാസ ജീവിതം എന്ന സമർപ്പണം. അതിൽ ആനന്ദിക്കാൻ സാധിക്കണം. അനേകായിരങ്ങൾ അതിൽ ആനന്ദിക്കുന്നവരാ. എവിടെയെങ്കിലുമൊക്കെ ചില കുറവുകളോ അസ്വസ്ഥതകളോ അസംതൃപ്തിയോ ഉള്ള വ്യക്തികളുണ്ടെന്നിരിക്കും. അത് അവർ പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അത്തരം അസംതൃപ്തികൾ പരിഹരിക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള വേദികൾ സന്യാസ സമൂഹങ്ങളിലും ഇടവക വൈദികർക്കിടയിലുമൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? കുറച്ചുകൂടി കാര്യക്ഷമമായ വേദികൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. നമ്മളിതിൻ്റെ ഒരു സമാപനത്തിലേക്ക് വരികയാണ്. ഈ ചിന്തകൾക്ക് ഏകദേശം ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിച്ചെന്ന് ഞാൻ കരുതുകയാണ്. ഇനിയും എല്ലാം പൂർത്തിയായി, എല്ലാം പൂർണ്ണമാണ് എന്നൊന്നും അവകാശപ്പെടാനില്ല. സാറ് പറഞ്ഞതുപോലെ സന്യാസ സമൂഹത്തിൽ തന്നെ അതിന് അനുയോജ്യമായ വേദികൾ ഉണ്ട് ഇപ്പോൾ തന്നെ. പക്ഷെ അത് നന്നായിട്ടും ഫലപ്രദമായിട്ടും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. സന്യാസ സമൂഹത്തിൻ്റെ അല്ലെ സഭാ കൂട്ടായ്മയുടെ ഉള്ളിലുള്ള നിയമാനുസൃതമായ വേദികളിൽ എന്തും തുറന്നു പറയാനും പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കണം. അത് ക്രിയാത്മകമായിട്ട് ചെയ്യുകയും വേണം. അതല്ലാതെ പുറത്തുപോയി അതും ഇതും വിളിച്ചു പറയുന്ന രീതി അതിൻ്റെ ചൈതന്യത്തിനോ സമർപ്പണത്തിനോ നിരക്കുന്നതുമല്ല. അതുകൊണ്ട് അങ്ങനെയൊരു അനുഗ്രഹീതമായ പൗരോഹിത്യം എന്ന മഹാദാനവും സന്യാസം എന്നുള്ള ആ വലിയ സമർപ്പണവും സഭയുടെ വലിയ സമ്പത്താണ്. അത് ഒരു തിരുസഭയുടെ മാത്രമല്ല, ലോകത്തിന് മുഴുവനും അനുഗ്രഹങ്ങൾ വിതറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത്രയേറെ നന്മ ഈ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ സഭയ്ക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു നേതൃത്വത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനന്തരഫലം കൂടിയാണ്. തീർച്ചയായിട്ടും അത് ഇനിയും കൂടുതൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാനായിട്ട് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരുട്ട് ഏറി വരുന്നുണ്ട്, പക്ഷേ നിറയെ പ്രകാശമുണ്ട്. പൗരോഹിത്യത്തിൻ്റെ, വിശുദ്ധ കൂദാശകളുടെ, സന്യാസത്തിൻ്റെ വെളിച്ചം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.